എന്നിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതിയും കൊടുത്തു. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ചെയ്തത്, ഇതാണ് കാരണമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഇവർ സ്ത്രീയെടുത്ത് ഇയാളിത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പം ഏകദേശം അത് ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, പലപ്പോഴും ഈ നമ്മുടെ കൂടെയുള്ള ഭാര്യ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നെന്ന് കണ്ടിട്ടും ചിലർ മിണ്ടാതിരിക്കുന്നത് ആണുങ്ങൾ വെറും ഉണ്ടാക്കലായതുകൊണ്ടല്ല, അവർക്ക് പ്രതികരിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. കുടുംബജീവിതമാണ്, സ്വസ്ഥമായിട്ട് പൊയ്ക്കോട്ട് തരുത്തി ക്ഷമിക്കുന്നതാണ്. ഞാൻ സ്ത്രീകളെ മൊത്തത്തിൽ അടിച്ച് ആക്ഷേപിച്ച് പറയുന്നതല്ല. ഈ സ്ത്രീകളെ ഈ ലെവലിലേക്ക് എത്തിക്കുന്നത് മറ്റു പുരുഷന്മാർ തന്നെയാണ്. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരിടത്ത് അവരെയും കൊണ്ട് തന്നെ ഒരു കുറ്റം ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം ഭാര്യയ്ക്ക് ചൂടുവെള്ളം എടുത്തു കൊടുക്കാത്തവന്മാരായിരിക്കും എവിടെയോ കിടക്കുന്ന പെണ്ണുങ്ങളെ മറ്റു ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ സംരക്ഷിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ സ്ത്രീകൾ പല ആൾക്കാരുടെ കുറേ പോകുമ്പോഴും ആലോചിച്ചോണം, ഇവൻ്റെയൊക്കെ സ്വഭാവം എന്തുവാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ ഒരു വഴക്കായി ബഹളമായി ചിലപ്പോൾ കത്തിക്കുത്തി അവസാനിക്കും, ചിലപ്പോൾ അവനും കെട്ടിത്തൂങ്ങിച്ചാവും. പിന്നെ ന്യൂസ് അറിഞ്ഞു വരുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ ഇത് ഭർത്താവല്ലായിരുന്നു, കാമുകനായിരുന്നു, അല്ലെ മറ്റേയായിരുന്നു, മാടയായിരുന്നു. എത്ര അനുഭവം വന്നെന്ന് പറഞ്ഞാലും പഠിക്കത്തില്ല, ആൾക്കാർ പോകത്തില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് താല്പര്യമില്ലേ, ഭർത്താവ് ചിലപ്പോൾ മോശമായിരിക്കും, ചിലപ്പോൾ ഭർത്താവ് ചിലപ്പോൾ ശാരീരികമായി അത്ര ഫിറ്റ് അല്ലായിരിക്കും, നിങ്ങളുടെ സൗന്ദര്യത്തിനൊത്ത വ്യക്തി അല്ലായിരിക്കും, ഒക്കെ പ്രശ്നമായിരിക്കും. താല്പര്യമില്ലയോ, നിയമപരമായ വിവാഹം വേർപെടുത്തിട്ട് പൊയ്ക്കണം. ഭർത്താവിൻ്റെ സ്വത്തും വേണം, ഭർത്താവ് ഉണ്ടെന്നുള്ള പദവി കാണിക്കുകയും വേണം, ഭർത്താവിൻ്റെ പൊസിഷനും പൊക്കി കാണിക്കണം. എന്നാൽ ഭർത്താവിനെ സ്നേഹിക്കാനും താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്?